ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാം, വിച്ച് ഇസ് ഓൾസോ ബിഗിനർ ഫ്രണ്ട്ലി. സോ ഫസ്റ്റ് ടൈം യൂസിങ് എ സ്ട്രോബ് ക്രീം. ഇറ്റ്സ് ഫ്രം ജസ്റ്റ് ഹെർബ്സ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ചെറിയൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹൈ പോയിന്റ്സിൽ ഇതിടുമ്പോഴത്തേക്കും നല്ലൊരു ഗ്ലോ കിട്ടും. കണ്ടോ, മേക്കപ്പ് എത്ര സിമ്പിൾ ആണെങ്കിലും ഐസ് ഒന്ന് നല്ല ഭംഗിയായിട്ട് നിന്നാൽ ഹോൾ ലുക്ക് നമ്മുടെ മാറും. സോ ഞാൻ ചെറുതായിട്ട് ഐ ഷാഡോ ഇടുന്നുണ്ട്. ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നത് വിച്ച് ഈസ് വെരി സിമിലർ ടു മൈ സ്കിൻ ടോൺ. ഇതാണ് ഞാൻ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഐ ഷാഡോ ഇടാൻ വേണ്ടിയിട്ട് വേറെ ബ്രഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, കൈ കൊണ്ട് തന്നെയാണ് ഐ ഷാഡോ. ഇനി ഞാൻ ചെറിയൊരു ഇതൊരു റെഡ് കളർ അല്ല, എന്ന ബ്രൗൺ അല്ല, രണ്ടിന്റെ ഇടക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ഇത്. ഇതാണ് ഞാൻ ഇടുന്നത്. ഇത് ജസ്റ്റ് ഇത് ഇത്ര എടുത്തിട്ട് എൻഡിൽ ഇങ്ങനെ ആക്കി കൊടുക്കും. എന്നിട്ട് അകത്തേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഇപ്പുറത്ത് ചെറുതായിട്ട് കുറച്ച് ഗ്ലിറ്ററും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇതേ ഒരു ഷെയ്ഡാണ് ഇത്, കുറച്ച് ലൈറ്റ് ആണെന്നുള്ളൂ. അതും കുറച്ചെടുത്തിട്ട് ഇന്നർ കോർണറിൽ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഐ എം ഡൺ വിത്ത് ദി ഐ ഷാഡോ. ഇനി നമുക്ക് ഐബ്രോസ് സെറ്റ്. നിങ്ങൾക്ക് അത്യാവശ്യം തിക്ക് ആയിട്ടുള്ള ഐബ്രോസ് ആണ് ഉള്ളതെന്നാണെങ്കിൽ ബ്രൗൺ കളറിലെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്താൽ മതി. എനിക്ക് ഐബ്രോസ് ഉണ്ടെങ്കിലും കളർ കുറവാണ്, സോ ഞാൻ ഈ ബ്രൗൺ യൂസ് ചെയ്തെന്നാൽ ബ്രൗൺ ഇങ്ങനെ എടുത്ത് കാണിക്കും. ബ്ലാക്ക് കൊണ്ടാണ് ഞാൻ എഴുതുന്നത്. ഞാൻ ബ്രഷും കൊണ്ടാണ് ഐബ്രോസ് ഫിൽ ചെയ്യാറുള്ളത്. അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി എനിക്ക് ഒരു നാച്ചുറൽ ഫിനിഷ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഐ എം യൂസിങ് എ ബ്രഷ്. സ്റ്റാർട്ട് ഫ്രം ദി മിഡിൽ ഓഫ് യുവർ ഐബ്രോസ്. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്നിട്ട് ഷേപ്പ് ചെയ്യുക. നിങ്ങളുടെ ഐബ്രോസിൻ്റെ ഷേപ്പ് അനുസരിച്ച് ചെയ്യുക. ഒരുപാട് തിക്കായിട്ട് ഫില്ല് ചെയ്ത് വെക്കരുത്. ഇറ്റ് വിൽ ഗിവ് അസ് എ ദിഗംബരൻ ലുക്ക്. അത് നമുക്ക് വേണ്ട. നടുക്കുന്ന് പുറത്തേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നർ കോർണേഴ്സിൽ ഫില്ല് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ബാക്ക്വേർഡ്സ് ഞാൻ ഇങ്ങോട്ട് ചെയ്യും. ഐബ്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഐലൈനർ ഇടാം. ആക്ച്വലി ഐലൈനർ ഇടാനായിട്ട് അറിയില്ല കറക്റ്റായിട്ട്. കുറച്ചാൾ മുമ്പ് ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവമാണ്. ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് വെങ് ചെയ്തിട്ട് അതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പറഞ്ഞുതരാൻ അറിയില്ല, ഐ ഷോ യു. ഫസ്റ്റ് ഇങ്ങനെ ആക്കുക. ഇങ്ങിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് പൊക്കത്തേക്കും ആക്കരുത്, ഒരുപാട് താഴത്തേക്കും ആക്കരുത്. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ ഫോളോ ചെയ്തിട്ട് ഒരു കുഞ്ഞ് വിങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് അത് അറ്റത്തുനിന്ന് അകത്തേക്ക് വരച്ചു കൊടുക്കുക. ഇങ്ങനെ എന്നിട്ട് അത് ഫില്ല് ചെയ്യണം. ഇത്രേ ഉള്ളൂ. സെയിം ഇപ്പുറത്ത് ചെയ്യാം. ഇനി മസ്കാര. മേക്കപ്പ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ ടച്ചപ്പ് ആയിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടാൻ പോവുകയാണ്. ഞാൻ യൂഷ്വലി നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. സിമ്പിൾ ആയതുകൊണ്ടിട്ട് ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ന്യൂഡ് ലിപ്സ്റ്റിക് ഞാൻ അങ്ങനെ ഇടാറില്ല, ബിക്കോസ് എനിക്ക് ഭയങ്കര വാഷ് ഔട്ട് ആയി പോകുന്ന പോലെ തോന്നാറുണ്ട്. ബട്ട് ഐ ഗോണ ട്രൈ ദി ന്യൂഡ് വിത്ത് എ ഡീപ്പ് മെറൂൺ ലിപ് ലൈനർ. കണ്ടോ, ഇതുകൊണ്ടാണ് ഞാൻ ന്യൂഡ് ലിപ്സ് ചെയ്യാത്തത്. ക്യാമറയിൽ കാണുമ്പോൾ അത്ര വൃത്തിയിടില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ബോറാണ്. എനിവേ, ഈ ലിപ് ലൈനർ കൊണ്ടിട്ട് ലൈൻ ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. Okay, not that bad. I kind of like it. ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഇതുപോലെ ട്രൈ ചെയ്തെന്നാൽ വലിയ കുഴപ്പമില്ല. I like it. So this is a final look of my very simple beginner friendly makeup. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമന്റ് ചെയ്ത് അറിയിക്കുക. യൂസ് ചെയ്ത പ്രോഡക്റ്റ് എന്തിൻ്റെങ്കിലും ലിങ്ക് വേണമെന്നാണെങ്കിൽ ജസ്റ്റ് കമന്റ് ലിങ്ക് ആൻഡ് ഐ വിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.